കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നവരുമായി എം.ജി. സർവകലാശാലയുടെ നാടകോത്സവത്തിന് തിരുവല്ലയിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബാബറി എന്ന നാടകോത്സവം പ്രശസ്ത സിനിമാ സംവിധായകൻ ആഷിഖ് അബുവാണ് ഉദ്ഘാടനം ചെയ്തത്. സർഗാത്മകതയുടെ വേദിയിൽ കാലഘട്ടത്തിനെ പേരുകൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. ബാബറി എന്ന വാക്ക് തന്നെ സമകാലിക ഇന്ത്യയിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോഴാണ് എം.ജി. സർവകലാശാലയുടെ നാടകോത്സവത്തിന് ബാബറി എന്ന പേര് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയമായി ഏറെ നട്ടെല്ലുള്ള കലോത്സവമെന്ന് സംവിധായകൻ ആഷിഖ് അബു. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം, ഞങ്ങൾ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തേക്കാൾ രാഷ്ട്രീയമായി ഏറെ നട്ടെല്ലുള്ള ഒരു കലോത്സവമായി എം.ജി. യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന കലാപ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ശക്തി പകർന്നിട്ടുണ്ട്. അതിനെ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ഇത്തരം ബാബറി എന്ന പേരിൽ സമകാലികമായി എന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയിൽ ഒരു നാടകോത്സവം നടക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭാവിയിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നാടകോത്സവത്തിന് ബാബറി എന്ന പേര് നൽകിയത് നിലപാടിന്റെ ഭാഗമെന്ന് ജനറൽ കൺവീനർ KS അമൽ പറഞ്ഞു. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാരും ക്ഷേത്ര ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവിടെ ക്ഷേത്രം പണിതതെന്ന് പറയാൻ ഭയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പേര് തന്നെ പറയാൻ ഭയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിനോടൊന്നും ഭയമില്ല, ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് പറ്റുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ കലോത്സവ വേദികൾ, ഞങ്ങളുടെ സർഗാത്മക വേദികൾ, ഞങ്ങളുടെ പഠന കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട്, ഇത്തരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഞങ്ങളുടെ നിലപാടും കൂടിയാണ് ഈ പേര് പ്രഖ്യാപിക്കുന്നതിലൂടെ, ഈ പേര് എടുത്തതിലൂടെ ഞങ്ങൾ വ്യക്തമാക്കുന്നത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവല്ല ദേവസ്വം ബോർഡ് കോളേജിലെ വിവിധ വേദികളിൽ നാടകോത്സവം അരങ്ങേറും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.